Next problem, find by method of characteristic the integral surface of PQ equal to xy which passes through the curve z is equal to x, y equal to 0. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ക്യു മൈനസ് എക്സ് വൈ ഈക്വൽ ടു 0 ആൻഡ് കർവ് തന്നിരിക്കുന്ന സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു 0. സോ ഇനീഷ്യൽ ഡാറ്റ കർവ് അത് എഴുതണം. The initial data curve is x naught എന്ന് പറയുന്നത് s ആയിട്ട് ചൂസ് ചെയ്യാം. x naught is equal to s, y naught is equal to 0, z is equal to x ആണ്. So z naught is equal to s. So ഇതാണ് നമ്മളെ ഇനീഷ്യൽ ഡാറ്റ കർവ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇനീഷ്യൽ സ്ട്രിപ്പ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്ട്രിപ്പ് കണ്ടീഷനും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പി നോട്ട് ക്യൂ നോട്ട് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ പി നോട്ട് ക്യൂ നോട്ട് മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഈക്വൽ ടു 0. സോ അവിടെ വൈ നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ പി നോട്ട് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇനി നമ്മൾ സ്ട്രിപ്പ് കണ്ടീഷൻ കൊടുക്കാം. dz naught by ds is equal to p naught dx naught by ds plus q naught dy naught by ds. അവിടെ dz naught by ds 1 ആണ്. 1 is equal to p naught and dx naught by ds 1 ആണ്. ഇൻറ്റു ക്യൂ നോട്ട് ഇൻറ്റു ഡി വൈ നോട്ട് 0 ആണ്. ഇവിടെ നമുക്ക് പി നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ പി നോട്ട് ഈക്വൽ ടു 1 എന്ന വാല്യൂ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമ്മൾ പി നോട്ടും ക്യൂ നോട്ടും കിട്ടി. ഇനീഷ്യൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ദി ഇനീഷ്യൽ സ്ട്രിപ്പ് ഈസ് x naught is equal to s, y naught is equal to 0, z naught is equal to s and p naught equal to 1, q naught equal to 0. സോ ഇതാണ് നമ്മളെ ഇനീഷ്യൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സ്ട്രിപ്പ് മാത്രമേ ഉണ്ടാവൂ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ആണ് എഴുതേണ്ടത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എഫ് പി. എഫ് പിന്നെ നമ്മൾ ഫംഗ്ഷൻ പി ക്യു മൈനസ് എക്സ് വൈ ഈക്വൽ ടു 0 ആണ്. സോ എഫ് പി എന്ന് പറയുന്നത് ക്യൂ ആണ്. ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എഫ് ക്യൂ. എഫ് ക്യൂ എന്ന് പറയുന്നത് പി ആണ്. dz by dt is equal to pfp plus qfq. pfp plus qfq is equal to 2pq. Now dp by dt is equal to minus of fx plus pfz and fx is minus y is minus of minus y, fz is 0. So for it's equal to y and dq by dt is equal to minus of fy plus q fz and fy is equal to minus x. It is minus of minus x, fz is equal to 0. So for this is equal to x. So ഇത് നമുക്ക് സോൾവ് ചെയ്യണം. dx by dt q ആണ്, dy by dt p ആണ് and dp by dt y, dq by dt x. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ dx by dt and dq by dt കമ്പൈൻ ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ y pയും കമ്പൈൻ ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക, മൈനസ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക, മൈനസ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് 4 ഇക്വേഷൻ കിട്ടും. കിട്ടിയ 4 ഇക്വേഷൻ്റെ അകത്തു നിന്നും എക്സും വൈയും അതുപോലെ തന്നെ പിയും ക്യൂവും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
dz by dt. z സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ dx by dt യും dq by dt യും മൈനസ് ചെയ്യുന്നു. സോ d of x minus q divided by dt is equal to dx by dt q ആണ്, and dq by dt x ആണ്. q minus x കിട്ടും. So d of x minus q divided by x minus q is equal to minus dt. So integrate ചെയ്ത് കഴിഞ്ഞാൽ log x minus q is equal to minus t plus ഒരു കോൺസ്റ്റന്റ് c1 കിട്ടും, c1 dash എന്ന് വെച്ചോ. So x minus q is equal to c1 e raised to minus t. Okay. പിന്നെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എസ് ആണ്, ആൻഡ് ക്യൂ നോട്ട് 0 ആണ്. സോ c1 is equal to എസ് എന്ന് കിട്ടും. സോ ഫോർ എക്സ് മൈനസ് ക്യൂ is equal to എസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ എക്സ് is equal to എഴുതാം. എക്സ് is equal to ക്യൂ പ്ലസ് എസ് ഇ റേസ് ടു മൈനസ് ടി. ഇതേപോലെ തന്നെ വൈയും പിയും ചെയ്ത് കഴിഞ്ഞാൽ ഡി ഓഫ് വൈ മൈനസ് ടി ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ പി ആണ്, പി മൈനസ് വൈ എന്ന് കിട്ടും. സോ ഡി ഓഫ് വൈ മൈനസ് പി ഡിവൈഡഡ് ബൈ പി വൈ മൈനസ് പി എന്ന് പറയുന്നത് മൈനസ് ഡി ടി എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കിട്ടും. അതായത് വൈ മൈനസ് പി ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് c2 e raised to minus t. സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല, ലോഗിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. y മൈനസ് പി is equal to c2 e raised to minus t എന്ന് കിട്ടും. സോ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി നോട്ടിൻ്റെ വാല്യൂ 1 ആണ്, y 0 ആണ്. സോ മൈനസ് 1 is equal to c2 എന്ന് കിട്ടും. Therefore y മൈനസ് പി is equal to മൈനസ് e raised to minus t എന്ന് കിട്ടും. ദാറ്റ് ഈസ് y is equal to p minus e raised to minus t എന്ന് കിട്ടും. സെയിം നമുക്കിനി എക്സ് പ്ലസ് ക്യൂ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ക്യൂ പ്ലസ് എക്സ് എന്ന് കിട്ടും. സോ ഡി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു ടി പ്ലസ് ഒരു c3 ഡാഷ് എന്ന് കിട്ടും, ആൻഡ് എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു c3 ഇ റേസ് ടു ടി എന്ന് കിട്ടും. ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് നോട്ട് എസ് ആണ്, ക്യൂ നോട്ട് 0 ആണ്, c3 is equal to s എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എസ് ഇ റേസ് ടു ടി എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ക്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എഴുതി ഇക്വേറ്റ് ചെയ്താലും മതി. ക്യൂ ഇസ് ഈക്വൽ ടു എസ് ഇ റേസ് ടു ടി മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി സെയിം നമുക്ക് വൈ പ്ലസ് പിന്റെ സ്റ്റെപ്പും കൂടി എഴുതി കഴിഞ്ഞാൽ ഡി ഓഫ് വൈ പ്ലസ് പി ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് വൈ എന്ന് കിട്ടും. സോ ഡി ഓഫ് വൈ പ്ലസ് പി ഡിവൈഡഡ് ബൈ വൈ പ്ലസ് പി ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വൈ പ്ലസ് പി ഇസ് ഈക്വൽ ടു ടി പ്ലസ് c4 ഡാഷ് എന്ന് കിട്ടും. അതായത് വൈ പ്ലസ് പി ഇസ് ഈക്വൽ ടു c4 ഇ റേസ് ടു ടി എന്ന് കിട്ടും. സോ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y 0 ആണ്, y നോട്ട് 0 ആണ്, ആൻഡ് പി നോട്ട് എന്ന് പറയുന്നത് 1 ആണ്, 1 is equal to c4 എന്ന് കിട്ടും. Therefore y plus p is equal to e raised to t എന്ന് കിട്ടും. p is equal to e raised to t minus y എന്ന് കിട്ടും. സോ എക്സ് വൈ പി ക്യൂ കിട്ടി.
സോ കിട്ടിയിരിക്കുന്നത് നമുക്ക് എക്സ് ഈക്വൽ ടു ക്യൂ പ്ലസ് എസ് ഇ റേസ് ടു മൈനസ് ടി and y equal to p minus a raised to t, sorry, a raised to minus t, and q equal to s a raised to t minus x, and p equal to a raised to t minus y. So, ഈ നാലെണ്ണമാണ് കിട്ടിയത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഇതൊന്ന് ഓപ്പറേഷൻസ്, ആൾജിബ്രൈക് ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും പിയും ക്യൂവും സോൾവ് ചെയ്യാൻ കിട്ടും. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് ക്യൂ എക്സ് മൈനസ് ക്യൂ ആ ടേമിൽ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോൾ എക്സ് വൈ പി ക്യൂ ഇതാണെന്ന് കാണാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ എക്സ് മൈനസ് ക്യൂ എന്ന് പറയുന്നത് എസ് ഇ റേസ് ടു മൈനസ് ടിയും, അതുപോലെ തന്നെ എക്സ് പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എസ് ഇ റേസ് ടു ടിയും ആണ്. അപ്പോൾ തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2x is equal to s into e raised to t plus e raised to minus t എന്ന് കിട്ടും. This x is equal to s by 2 e raised to t plus e raised to minus t എന്ന് കിട്ടും. സെയിം ഇത് തമ്മിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് y plus p എന്ന് പറയുന്നത് e raised to t ആണ്, ആൻഡ് y minus p എന്ന് പറയുന്നത് മൈനസ് e raised to minus t ആണ്. സോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2y എന്ന് പറയുന്നത് e raised to t minus e raised to minus t എന്ന് കിട്ടും. സോ y is equal to e raised to t minus e raised to minus t divided by 2 എന്ന് കിട്ടും. സോ എക്സ് വൈ കിട്ടി. ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയും ക്യൂവും എഴുതാം. അതായത് പി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി മൈനസ് വൈ ആണ്. വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇ റേസ് ടു ടി മൈനസ് വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ആണ്. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ p is equal to e raised to t plus e raised to minus t divided by 2 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ട് ഇതാ p is equal to e raised to t plus e raised to minus t divided by 2. സോ ഇതാണ് പി കിട്ടുക. സിമിലർലി നമുക്ക് ക്യൂവും കിട്ടും. ക്യൂ ഇസ് ഈക്വൽ ടു എസ് എ റേസ് ടു ടി മൈനസ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എ റേസ് ടു ടി മൈനസ് എസ് ബൈ 2 ഇ റേസ് ടു ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു എസ് ബൈ 2 e raised to t minus e raised to minus t എന്ന് കിട്ടും. സോ p, q, x, y കിട്ടി ഇൻ ടേംസ് ഓഫ് t ആൻഡ് s. ഓക്കെ, ഇനി നമുക്ക് z കണ്ടുപിടിക്കണം. dz by dt is equal to 2pq ആണ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 into p എന്ന് പറയുന്നത് e raised to t plus e raised to minus t divided by 2 ആണ്. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എസ് ബൈ 2 ഇ റേസ് ടു ടി മൈനസ് എ റേസ് ടു മൈനസ് ടി. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് എസ് ബൈ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു 2t മൈനസ് എ റേസ് ടു മൈനസ് 2t എന്ന് കിട്ടും. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ z is equal to s by 2 e raised to 2t divided by 2 minus e raised to minus 2t divided by minus 1. So plus ആവും. 2 കൂടി ഉണ്ട്. and plus ഒരു integrating constant c5. so z ഇതാ കിട്ടുക s by 4
e raised to 2t plus e raised to minus 2t plus ഒരു കോൺസ്റ്റന്റ് c5. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z0 എന്ന് പറയുന്നത് s ആണ്, ഈക്വൽ ടു s by 4, ഇത് 1 പ്ലസ് 1 എന്ന് വരും, ഈക്വൽ ടു പ്ലസ് c5. സോ c5 എന്ന് പറയുന്നത് 2s by 2 ആവും. സോ c5 എന്ന് പറയുന്നത് s minus s by 2, that is s by 2 കിട്ടും. സോ z എന്ന് പറയുന്നത് z is equal to s by 4 e raised to 2t plus e raised to minus 2t plus s by 2 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയ കേർവ്സ് എന്ന് പറയുന്നത് സ്പേസ് കർവ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. x is equal to s by 2 e raised to t plus e raised to minus t and y is equal to e raised to t minus e raised to minus t divided by 2. Z is equal to s by 4 e raised to 2t plus e raised to minus 2t plus s by 2. So നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ഹൈപ്പർബോളിക് കോസ് ഫംഗ്ഷൻ ആണ്, കോസ് എച്ച് ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ടി, s ഉണ്ട്, s കോസ് എച്ച് ടി, e raised to t plus e raised to minus t by 2 കോസ് എച്ച് ടി ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ടി. സിമിലർലി y എന്ന് പറയുന്നത് ഇത് സൈൻ എച്ച് ടി ആണ്, സൈൻ എച്ച് ടി. ആൻഡ് ഇവിടെ z എന്ന് പറയുന്നത് s by 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് e raised to 2t plus e raised to minus 2t divided by 2 plus 1 എന്ന് പറയുന്ന ടേം ആണ്. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ by 2 വേണ്ട, കേസ് s കോമൺ ആയിട്ട് എടുക്കുക. ഇതിനെ നമുക്ക് e raised to by 2 e raised to t plus e raised to minus t all divided by 2 whole square എന്ന് എഴുതാം. e raised to t plus e raised to minus t by 2 whole square, 2 ഇല്ല, s into e raised to t plus e raised to minus t by 2 whole square എന്ന് എഴുതാം. ഓക്കെ, ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ e raised to 2t plus e raised to minus 2t plus 2 into 1 എന്താ വരിക, all divided by 4, അത് തന്നെയാണ് ഇത്. സോ സെറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതൊന്ന് പറയുന്നത് s cos h square t ആണ്, e raised to t plus e raised to minus t by 2 whole square cos h square t. So z is equal to s cos h square t ആണ്, x is equal to s cos h t and y is equal to sin h t. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. z സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ z സ്ക്വയർ is equal to s സ്ക്വയർ cos h raised to 4 t എന്ന് കിട്ടും. സോ ഇതിനെ നമുക്ക് s സ്ക്വയർ cos h സ്ക്വയർ t ഇൻറ്റു cos h സ്ക്വയർ t എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ s സ്ക്വയർ cos h സ്ക്വയർ t എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആൻഡ് cos h സ്ക്വയർ t ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതി കഴിഞ്ഞാൽ 1 പ്ലസ് സൈൻ h സ്ക്വയർ t. സോ 1 പ്ലസ് സൈൻ h സ്ക്വയർ t എന്ന് പറഞ്ഞാൽ y, സൈൻ h t y. So x square into 1 plus y square. So z square is equal to x square into 1 plus y square. So this is the corresponding integral surface.